വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നടന്ന കെയർ ടേക്കർ പരീക്ഷയുടെ PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ ആയിട്ടാണ്. നമുക്ക് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സിലോട്ട് പോവാം. ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പർ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. താഴെ പറയുന്നവയിൽ ഗാന്ധിജിയുമായി ബന്ധമില്ലാത്ത സമരം. താഴെ പറയുന്നവയിൽ ഗാന്ധിജിയുമായിട്ട് ബന്ധം ഇല്ലാത്ത സമരം. ചമ്പാരൻ സത്യാഗ്രഹം ബന്ധമുണ്ടല്ലോ. അഹമ്മദാബാദ് ബിൽ പണിമുടക്ക് അതിലും ബന്ധമുണ്ട്. സ്വദേശി പ്രസ്ഥാനം, നിസ്സഹരണ പ്രസ്ഥാനം. അപ്പോൾ ഇത് സ്വദേശി പ്രസ്ഥാനമാണ് ഗാന്ധിജിയുമായിട്ട് ബന്ധമില്ലാത്തത്. ബാക്കി 3 സമരവും ഗാന്ധിജി നടത്തിയ സമരങ്ങളാണ്. 1917 ചമ്പാരൻ സത്യാഗ്രഹം, അതേ വർഷം തന്നെയാണ് അഹമ്മദാബാദ് ബിൽ പണിമുടക്ക്, പിന്നെ നിസ്സഹരണ പ്രസ്ഥാനവും ഗാന്ധിജിയുടെയാണ്. അല്ല, ചൗരിചിറ സംഭവത്തെ തുടർന്നാണ് നിസ്സഹരണ പ്രസ്ഥാനം ഗാന്ധിജി നിർത്തലാക്കിയതൊക്കെ. 1857 കലാപവുമായി ബന്ധപ്പെട്ട് നേതാക്കളുടെയും അവർ നേതൃത്വം കൊടുത്ത സ്ഥലങ്ങളും താഴെ സൂചിപ്പിക്കുന്നു. ശരിയായ ജോഡിയാണ് എഴുതേണ്ടത്. കാൺപൂരി നാനാ സാഹിബ്, അറയിൽ വാജിദ് അലി ഷാ, ലക്നൌവിൽ കൻവർ സിംഗ്, ഫൈസാബാദി ഷാമിൽ. അപ്പോൾ ഇത് ശരിയായിട്ടുള്ള ഒരെണ്ണം മാത്രമേ ഉള്ളൂ. ഏതാണ്? കാൺപൂരി നാനാ സാഹിബ് എന്നുള്ളത്. ഓക്കെ, ഇത് മാത്രമാണ് ശരിയത്. ബാക്കി 3 എന്താണ്? തെറ്റായ ജോഡികളാണ് തന്നിരിക്കുന്നത്. ജോഡി കാൺപൂര് നാനാ സാഹിബ്. അറയിൽ വാജിദ് അലി ഷാ എന്നാണ് എഴുതിയിരിക്കുന്നത്. അത് തെറ്റാണ് കേട്ടോ. അറയിൽ നേതൃത്വം നൽകിയത് വാജിദ് അലി ഷാ അല്ല. ലക്നൌവിൽ ആരാണ്? ലക്നൌവിൽ ബീഗം ഹസ്രത് മസലാണ്. ഫൈസാബാദിൽ ആരാണ്? മൗലവി അഹമ്മദുള്ളയാണ് കേട്ടോ. മൗലവി അഹമ്മദുള്ളയാണ് ഫൈസാബാദിൽ. ലക്നൌവിൽ ബീഗം ഹസ്രത് മഹൽ. ഓക്കെ, ഇവരാണ് 1887 കലാപവുമായിട്ട് ബന്ധപ്പെട്ട ജോഡികൾ. അപ്പോൾ ഇത് ശരിയായത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായത് കാൺപൂരിൽ നാനാ സാഹിബാണ്. കാൺപൂരിൽ നാനാ സാഹിബ് മാത്രമല്ല, താന്തിയ തോപ്പിയാണ് കേട്ടോ. നാനാ സാഹിബിൻ്റെ കൂടെ താന്തിയ തോപ്പിയെ നേതൃത്വം നൽകുന്നു. ഇനി താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ശരിയായ ജോഡിയാണ് പറഞ്ഞിരിക്കുന്നത്. സത്യശോധക് സമാജിൻ്റെ സ്ഥാപകൻ ജ്യോതിറാവു ഫൂലെ. ശരിയാണ്. ഹിതഹാരിണി സമാജം വീരേശലിംഗം. ശരിയാണ്. പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗ്. ബ്രഹ്മസമാജം രാജാറാം മോഹൻ റോയ്. അപ്പോൾ ഇതെല്ലാം ശരിയായതാണ് കേട്ടോ. സത്യശോധക് സമാജ് ജ്യോതിറാവു ഫൂലെയുടെയാണ്. സത്യശോധക് സമാജ് വീരേശലിംഗത്തിൻ്റെയാണ്. ഹിതകാരിണി സമാജം ആത്മാറാം പാണ്ഡുരംഗിൻ്റെയാണ്. പ്രാർത്ഥനാ സമാജം രാജാറാം മോഹൻ റോയിയുടെയാണ്. ബ്രഹ്മസമാജം. ലോങ് മാർച്ച് ഏത് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ലോങ് മാർച്ച് ഏതാണ്? ചൈനീസ് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ലോങ് മാർച്ച്. ഓക്കെ, ചൈനീസ് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ലോങ് മാർച്ച്. 1936 കണ്ണൂരിൽ നിന്നും മദ്രാസിലേക്ക് പട്ടിണി ജാഥ നയിച്ചത്. കണ്ണൂരിൽ നിന്നും മദ്രാസിലേക്ക് പട്ടിണി ജാഥ നയിച്ചത് ആരാണ്? AK ഗോപാലനാണ്. AK ഗോപാലൻ്റെ നേതൃത്വത്തിലാണ് 1936 കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്ക് പട്ടിണി ജാഥ നയിച്ചത്. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ മലയാളി വനിത ആരാണ്? അത് സഫ്രീന ലത്തീഫാണ് കേട്ടോ. സഫ്രീന ലത്തീഫാണ് എവറസ്റ്റ് കീഴടക്കിയ ആദ്യത്തെ മലയാളി വനിത. ഹവായി, ഫ്രഞ്ച് പോളിനേഷ്യ, സോമോഅ എന്നീ ദ്വീപ് സമൂഹങ്ങൾ ഏത് സമുദ്രത്തിൻ്റെ ഭാഗമാണ്? ശാന്ത സമുദ്രത്തിൻ്റെ ഭാഗങ്ങളാണ് ഹവായി, ഫ്രഞ്ച് പൊളിനേഷ്യ, സോമോഅ. ഈ 3 ദ്വീപുകളും ഏതാണ്? ശാന്ത സമുദ്രത്തിൻ്റെ ഭാഗമാണ് കേട്ടോ. ഹവായി, ഫ്രഞ്ച് പൊളിനേഷ്യ, സോമോഅ. വടക്കേ അമേരിക്കയിലെ സാൻ ആൻഡ്രിയാസ് ഭ്രംശ മേഖല കൂടുതൽ ഭൂകമ്പങ്ങൾക്ക് വിധേയമാകുന്നതിന് കാരണങ്ങൾ ശരിയായവ. വടക്കേ അമേരിക്കയിലെ സാൻ ആൻഡ്രിയാസ് ഭ്രംശ മേഖല കൂടുതൽ ഭൂകമ്പങ്ങൾക്ക് വിധേയമാകുന്നതിൻ്റെ കാരണങ്ങൾ എന്തെല്ലാമാണ്? ഭൂഗുരുത്വാകർഷണ ബലം, ഉപരിതല ഫലകങ്ങളുടെ ചലനം, ചന്ദ്രനിൽ നിന്നുള്ള ആകർഷണം, ദുർബലമായ ഫലക അതിരുകൾ. അപ്പം ഭൂകമ്പം ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? ഉപരിതല ഫലകങ്ങളുടെ ചലനവും ദുർബലമായ ഫലക അതിരുകളുമാണ് കാരണം കേട്ടോ. അപ്പം 2ഉം 4ഉം എന്നുള്ളതാണ് ശരിയായ ഓപ്ഷൻ. ഇന്ത്യൻ ബഹിരാകാശ സംഘടന വികസിപ്പിച്ചെടുത്ത ആസ്ഥാനിക ജിയോ പ്ലാറ്റ്ഫോം എന്തു പേരിൽ അറിയപ്പെടുന്നു? ഇന്ത്യൻ ബഹിരാകാശ സംഘടന വികസിപ്പിച്ചെടുത്ത ആസ്ഥാനിക ജിയോ പ്ലാറ്റ്ഫോം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അത് ഫുവൻ എന്ന് പറയുന്ന പേരിലാണ് കേട്ടോ. ഫുവൻ ISROയുടെ പ്ലാറ്റ്ഫോമാണ് ഫുവൻ. ദേശീയ ജലപാതകളുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുകയും പുതിയ പ്രദേശങ്ങൾ ജലപാതകളുടെ ഭാഗമാവുകയും ചെയ്യുന്നു. ഇതിൽ ദേശീയ ജലപാത 5 ബന്ധിപ്പിക്കുന്ന മേഖലകൾ ഏതെല്ലാമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദേശീയ ജലപാത 5 ഏതാണ്? ബ്രാഹ്മണി മഹാനദി ഡെൽറ്റയാണ് കേട്ടോ. ദേശീയ ജലപാത 3 കൊല്ലം കോട്ടപ്പുറം. ദേശീയ ജലപാത 3 കൊല്ലം കോട്ടപ്പുറം. ബ്രാഹ്മണി മഹാനദി ഡെൽറ്റയെ ബന്ധിപ്പിക്കുന്നതാണ് നാഷണൽ വാട്ടർവേ 5. ഛോട്ടാ നാഗ്പൂർ ഫീഡർഭൂമിയുടെ ഭാഗമായി കാണപ്പെടുന്നു. കോർബ, ദന്തേവാഡ തുടങ്ങിയ ഖനന മേഖലകൾ ഏത് സംസ്ഥാനത്തിൻ്റെ ഭാഗമാണ്? കോർബ, ദന്തേവാഡ എന്നീ ഖനന മേഖലകൾ ഏത് സംസ്ഥാനത്തിൻ്റെ ഭാഗമാണെന്നാണ് ചോദ്യം. ഏതാണ്? ഛത്തീസ്ഗഡിൻ്റെ ഭാഗമാണ്. 2024 ജനുവരിയിൽ വീശിയടിച്ച ചുഴലിക്കാറ്റ് മഡഗാസ്കർ ദ്വീപ് സമൂഹങ്ങളിൽ നാശനഷ്ടം വിതച്ചിരുന്നു. ഈ ചുഴലിക്കാറ്റ് ഏതു പേരിൽ അറിയപ്പെടുന്നു? അൽവാരോ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ചുവടെ തന്നിട്ടുള്ളവയിൽ തെറ്റായ ജോഡിയാണ് ചോദിച്ചിരിക്കുന്നത്. സ്വാതന്ത്ര്യ സമര ഭാരതത്തിലെ ആദ്യത്തെ വ്യാവസായിക നയം 1956.
1956 സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ വ്യാവസായിക നയം. ഇതാണ് തെറ്റായ ജോഡി. ദേശീയ ആസൂത്രണ സമിതി സ്ഥാപിതമായത് 1938 ശരിയാണ്. ബോംബെ പദ്ധതി 1944 അത് ശരിയാണ്. ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചത് 1950 അതും ശരിയാണ്. സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ വ്യാവസായിക നയം എന്ന് പറയുന്നത് 1956 തെറ്റായ പ്രസ്താവനയാണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത് ഡി ആണ്. ഇന്ത്യയിലെ ബാങ്കിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ബാങ്കിംഗ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന 1969 14 ബാങ്കുകൾ ദേശസാൽക്കരിക്കപ്പെട്ടു. ശരിയാണ്. 69 ദേശസാൽക്കരണം നടക്കുന്നത്. ആദ്യമായിട്ട് 14 ബാങ്കുകളായിരുന്നു. 1993 ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിപ്പിച്ചു. അതും ശരിയായ പ്രസ്താവനയാണ്. 1770 ആരംഭിച്ച ബാങ്കാണ് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ. അതും ശരിയാണ്. അപ്പോൾ ഈ 3 പ്രസ്താവനകളും ശരിയാണ്. 1770 ആരംഭിച്ച ബാങ്കാണ് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ. 1969 ബാങ്ക് ദേശസാൽക്കരണം നടക്കുന്നത്. ആദ്യമായി 14 ബാങ്കുകളാണ്. 1993 ശാസ്ത്രജ്ഞനായ ആഡം സ്മിത്തുമായി ബന്ധപ്പെട്ട ആശയം ഏത്? ആഡം സ്മിത്തുമായിട്ട് ബന്ധപ്പെട്ട ആശയം സമ്പത്തിനെക്കുറിച്ചുള്ള പഠനവും ലെസേ ഫെയർ സിദ്ധാന്തവും. സമ്പത്തിനെക്കുറിച്ചുള്ള പഠനവും ലെസേ ഫെയർ സിദ്ധാന്തം ഇത് രണ്ടുമാണ് ആഡം സ്മിത്തിനെ ബന്ധപ്പെട്ട ആശയം. ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതല്ല? ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപ്പാദന വർധനവ്, ഭക്ഷ്യസ്വയം പര്യാപ്തത, ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു. അപ്പോൾ ഇത് മൂന്നുമാണ് ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ. ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപ്പാദന വർധനവ്, ഭക്ഷ്യസ്വയം പര്യാപ്തത, ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു എന്നുള്ളതാണ് ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങളായിട്ട് വരുന്നത്. ഗവർണർ സ്ഥാനം വഹിച്ചിട്ടുള്ളവർ ആരല്ല? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ സ്ഥാനം വഹിച്ചിട്ടുള്ളത് ശക്തികാന്ത് ദാസ്, KR പുരി, മൻമോഹൻ സിംഗ്. ശക്തികാന്ത് ദാസ്, KR പുരി, മൻമോഹൻ സിംഗ് ഇവർ 3 പേരുമാണ് റിസർവ് ബാങ്കിൻ്റെ ഗവർണർ സ്ഥാനം വഹിച്ചിട്ടുള്ളത്. ഓക്കെ. ചുവടെ തന്നിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ഇരുമ്പുരുക്ക് വ്യവസായശാല എന്നുള്ളത് തെറ്റാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായമാണ് ഇരുമ്പുരുക്ക് വ്യവസായം. അത് ശരിയാണ്. ഇരുമ്പുരുക്ക് വ്യവസായത്തിൻ്റെ ഒരു പ്രധാന അസംസ്കൃത വസ്തുവാണ് കൽക്കരി. അതും ശരിയാണ്. അപ്പം 2, 3 എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. ചുവടെ തന്നിട്ടുള്ളവയിൽ 2024 അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിലെ ആദായ നികുതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതെല്ലാം? 2024 കേന്ദ്ര ബജറ്റ് അത് 3 ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് നികുതിയില്ല. 15 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള വരുമാനത്തിന് 30% നികുതി. 1, 3 ആണ് കേട്ടോ. 3 ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് നികുതിയില്ല. 15 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള വരുമാനത്തിന് 30% നികുതി വേണം. താഴെ തന്നിരിക്കുന്നവയിൽ ആരൊക്കെയാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷന്മാർ? താഴെ തന്നിരിക്കുന്നവയിൽ ആരൊക്കെയാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷന്മാർ? ഉപാധ്യക്ഷന്മാർ ആരൊക്കെയാണ്? HC മുഖർജിയും VT കൃഷ്ണനാചാര്യയും. HC മുഖർജി, VT കൃഷ്ണനാചാര്യ എന്നിവരാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷന്മാർ. ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ് മാർഗ്ഗനിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യ കടംകൊണ്ടിരിക്കുന്നത്? അയർലൻഡിൽ നിന്നാണ്. പ്രസിഡന്റ് പ്രഖ്യാപിക്കാൻ കഴിയുന്ന സാമ്പത്തിക അടിയന്തരാവസ്ഥ ഭരണഘടനയുടെ എത്രാമത്തെ അനുച്ഛേദത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? അനുച്ഛേദം 360 കേട്ടോ. 360 പ്രസിഡന്റിന് പ്രഖ്യാപിക്കാൻ കഴിയുന്ന സാമ്പത്തിക അടിയന്തരാവസ്ഥ. 1985 പാസ്സാക്കപ്പെടുകയും നിലവിൽ വരികയും ചെയ്ത 52ാം ഭേദഗതി ഏത് വിഷയമാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? 52ാം ഭേദഗതിയിൽ പ്രതിപാദിച്ചിരിക്കുന്ന വിഷയം ഏതാണ്? കൂറുമാറ്റ നിരോധന നിയമമാണ്. ഓക്കെ. കൂറുമാറ്റ നിരോധന നിയമം. കൺകറൻറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങൾ ചുവടെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? കൺകറൻറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ വനം വൈദ്യുതിയാണ് കൺകറൻറ്റ് ലിസ്റ്റിൽ. വനവും വൈദ്യുതി ഏത് ലിസ്റ്റിലാണ്? കൺകറൻറ്റ് ലിസ്റ്റിലാണ് വനവും വൈദ്യുതി. ഇപ്പോഴത്തെ അതായത് 2025 ദേശീയ വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഹരിലാൽ സമരിയാണ്. ഇപ്പോഴത്തെ ദേശീയ വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ ഹരിലാൽ സമരിയ. നിലവിലെ കേന്ദ്ര റെയിൽവേ മന്ത്രി ആരാണ്? അശ്വിനി വൈഷ്ണവാണ് കേന്ദ്ര റെയിൽവേ മന്ത്രി. കൂറുമാറ്റം മൂലം അംഗത്തിന് അയോഗ്യത കൽപ്പിക്കുന്നത് 10ാം ഷെഡ്യൂളിലെ വ്യവസ്ഥകൾ പ്രകാരം ചുവടെ തന്നിരിക്കുന്നവയിൽ ആർക്കാണ് അധികാരമുള്ളത്? സ്പീക്കർക്കാണ് കേട്ടോ. 10ാം ഷെഡ്യൂളിലെ വ്യവസ്ഥകൾ പ്രകാരം അയോഗ്യത കൽപ്പിക്കുന്നതിനുള്ള അധികാരം ആർക്കാണ്? സ്പീക്കർക്കാണ്. കേരളത്തിലെ ആരോഗ്യവകുപ്പ് നഗരങ്ങളിലെ ചേരികളിൽ താമസിക്കുന്ന സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? അത് ഉഷസ് ആണ്. ചേരികളിൽ താമസിക്കുന്ന സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായുള്ള പദ്ധതിയാണ് ഉഷസ്. താഴെ തന്നിരിക്കുന്നതിൽ ഏത് ജില്ലയിലാണ് മനസ്വിനി എന്ന പേരിൽ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ അയൽക്കൂട്ടം രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്? കോട്ടയത്താണ് മനസ്വിനി എന്ന പേരിൽ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ അയൽക്കൂട്ടം രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. കേരള സർക്കാർ സംസ്ഥാന രൂപീകരണത്തിൻ്റെ വജ്ര ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ആരംഭിച്ച നവകേരള മിഷൻ ഉദ്ഘാടനം ചെയ്തത് ഇവരിൽ ആരാണ്? P. സദാശിവമാണ് നവകേരള മിഷൻ ഉദ്ഘാടനം ചെയ്തത്. താഴെ തന്നിരിക്കുന്നവരിൽ ആരാണ് 2 തവണ സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ പദവി വഹിച്ചിട്ടുള്ളത്? അത് ജസ്റ്റിസ് D. ശ്രീദേവിയാണ്. കേരള സംസ്ഥാനത്തിലെ ഇപ്പോഴത്തെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് G. ശശീന്ദ്രനാണ് കേരള സംസ്ഥാനത്തെ ഇപ്പോഴത്തെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ്റെ ചെയർമാൻ. ജസ്റ്റിസ് G. ശശീന്ദ്രൻ.
ഇപ്പോഴത്തെ കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ്, കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് കെ സച്ചിദാനന്ദനാണ്. ഓക്കെ, കെ സച്ചിദാനന്ദൻ. തലച്ചോറിനെയും സുഷുമ്നയും ആവരണം ചെയ്തു കാണുന്ന സ്ഥലമാണ് ഇത് മെനിഞ്ചസ്. കാൽസ്യം കുറയുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണ് ഓസ്റ്റിയോപോറോസിസ്. ബാക്ടീരിയ രോഗം അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിപ്പ ഒരു വൈറസാണ്. ക്ഷയം, ഡിഫ്തീരിയ, ആന്ത്രാക്സ് ഇതെല്ലാം ബാക്ടീരിയയാണ്. നിപ്പ ഒരു വൈറസാണ്. വൺ ഹെൽത്ത് പ്രോഗ്രാമിൻ്റെ പ്രധാന ലക്ഷ്യം മനുഷ്യൻ, മൃഗങ്ങൾ, പരിസ്ഥിതി എന്നിങ്ങനെ 3 മേഖലകളുടെ ആരോഗ്യ സംരക്ഷണം ഏകോപിപ്പിച്ചിട്ടുള്ള സംയുക്ത പ്രവർത്തനം ഉറപ്പാക്കുക എന്നാണ് വൺ ഹെൽത്ത് പ്രോഗ്രാം. കൊഴുപ്പടിഞ്ഞ് ധമനികളുടെ വ്യാസം കുറയുന്നത് മൂലമുണ്ടാകുന്ന രോഗം അതിരോസ്. കടലിൻ്റെ സംഭരണശേഷി കുറയ്ക്കുന്നതിനുള്ള പ്രധാന കാരണം ഏതാണ്? കടലിൻ്റെ സംഭരണശേഷി കുറയ്ക്കുന്നതിനുള്ള പ്രധാന കാരണം മണൽ ഖനനമാണ് കേട്ടോ. മണൽ ഖനനം മൂലമാണ് കടലിൻ്റെ സംഭരണശേഷി കുറയുന്നത്. ജനസിസ് ആൻഡ് എവല്യൂഷൻ ഓഫ് ഓർഗാനിക്സ് ഇൻ സ്പേസ് എന്ന 2ാം സിംപോസിയം ഏത് നഗരത്തിലാണ് സംഘടിപ്പിച്ചത്? ജെനറ്റിക്സ് ആൻഡ് എവല്യൂഷൻ ഓഫ് ഓർഗാനിക്സ് ഇൻ സ്പേസ് എന്ന 2ാം സിംപോസിയം ഏത് നഗരത്തിലാണ് സംഘടിപ്പിച്ചത്? ബാംഗ്ലൂരിലാണ്. കേരളത്തിൽ ഇന്ത്യയുടെ ആദ്യത്തെ ബട്ടർഫ്ലൈ സങ്കേതമായത് ഏതു പ്രദേശത്താണ്? അത് ആറളം വന്യജീവി സങ്കേതത്തിലാണ്. ഡോറിൽ ഉപയോഗിച്ചിരിക്കുന്ന വൈദ്യുത കാന്തിക തരംഗം മൈക്രോവേവാണ്. ഡോറിൽ ഉപയോഗിച്ചിരിക്കുന്ന വൈദ്യുത കാന്തിക തരംഗം മൈക്രോവേവ്. പർവ്വത പ്രദേശങ്ങളിൽ വെള്ളത്തിൻ്റെ തിളനില കുറയുന്നു. ഭൂമിയുടെ ഗ്രാവിറ്റി മൂലമുള്ള ത്വരണം g ആണെങ്കിൽ ഭൂമിയുടെ അതേ ഭാരവും ഇരട്ടി ആരവുമുള്ള ഒരു ഗ്രഹത്തിൻ്റെ ഗ്രാവിറ്റി മൂലമുള്ള ത്വരണം എത്രയാണ്? അത് g/4 ആണ് കേട്ടോ. ഭാരം ഇരട്ടിച്ചു എന്നുള്ളത്, ഇരട്ടിക്കുമ്പം ആരവും ഇരട്ടിച്ചു. സോ ത്വരണം എന്ന് പറയുന്നത് g/4 ആയിട്ട് മാറും. അതിഥി തൊഴിലാളികളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ജ്യോതി. അതിഥി തൊഴിലാളികളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി ജ്യോതി. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽപാലമായ ചെനാബ് റെയിൽപാലം ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ചെനാബ് ജമ്മു കാശ്മീരിലാണ്. ഒരേ തന്മാത്രാ സൂത്രവും വ്യത്യസ്ത രാസഭൗതിക സ്വഭാവമുള്ള സംയുക്തങ്ങളെ വിളിക്കുന്ന പേര് ഐസോമറുകൾ എന്നാണ്. ഐസോമറുകൾ എന്നാണ് ഒരേ തന്മാത്രാ സൂത്രവും വ്യത്യസ്ത രാസഭൗതിക സ്വഭാവമുള്ള സംയുക്തങ്ങളെ വിളിക്കുന്നത്. വാതകമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം മാനോമീറ്ററാണ്. ആവർത്തന പട്ടികയിൽ 17ാം ഗ്രൂപ്പിൽ വരുന്ന മൂലക കുടുംബത്തിന് പറയുന്ന പേര് ഹാലജനുകൾ. 17ാം ഗ്രൂപ്പിൽ വരുന്ന മൂലകങ്ങൾ ഹാലജൻ എന്ന് പറയുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡേറ്റാ സെൻറ്റർ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഛത്തീസ്ഗഡ്. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻറ്റ് ഡേറ്റാ സെൻറ്റർ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഛത്തീസ്ഗഡ്. രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ഇന്ത്യക്കാരനാണ് വെങ്കിട്ട രാമകൃഷ്ണനാണ് കേട്ടോ. രസതന്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ചതാരാണ്? വെങ്കിട്ട രാമകൃഷ്ണനാണ്. അവിടെ CV രാമൻ എന്ന് പറയാൻ ഒരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. രസതന്ത്രത്തിന് വെങ്കിട്ട രാമകൃഷ്ണനാണ് കേട്ടോ. താഴെ തന്നിരിക്കുന്നവയിൽ വൈകുണ്ഠസ്വാമികളെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? ബ്രിട്ടീഷുകാരെ വെണ്ണീജൻ എന്ന് വിളിക്കുന്നു. സ്വാമി തോപ്പിൽ